CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് സ്വകാര്യ സർവകലാശാല ബില്ലുമായി സർക്കാർ മുന്നോട്ട്. സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് ഇതെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ നിശ്ചയിക്കും. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗമാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകിയത്. തീരുമാനം പുറത്തുവന്നതിന് പിന്നാലെ എതിർപ്പ് പ്രകടിപ്പിച്ച് CPIയുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നു. ഇടത് നയത്തിനുള്ള വ്യതിയാനമാണിതെന്ന് ചൂണ്ടിക്കാട്ടി ഇടത് സംഘടനകൾ സമരസൂചന നൽകുന്നുണ്ടെങ്കിലും അതൊന്നും സർക്കാർ ഗൗനിക്കുന്നില്ല. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബിൽ നിയമമാക്കാനാണ് ധാരണ. കാലാനുസൃതമായ മാറ്റങ്ങളിലൂടെ പോയേ തീരൂ. വളരെ കൃത്യമായ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് നമ്മൾ ആ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ്. സ്വകാര്യ സർവകലാശാല ബിൽ സഭയിൽ അവതരിപ്പിക്കുന്ന തീയതി നാളെ ചേരുന്ന കാര്യോപദേശ സമിതിയിൽ തീരുമാനിക്കും. 13-ന് ബിൽ അവതരിപ്പിക്കാനായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ വയോജന കമ്മീഷൻ ബിൽ കൂടി വരുന്നതിനാൽ തീയതി മാറിയേക്കും. 24 തിരുവനന്തപുരം.